നമസ്കാരം. SGC വോട്ട് വർത്തമാനത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വാഗമൺ മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമപഞ്ചായത്താണ് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. നിരവധി അടിസ്ഥാന വികസന വിഷയങ്ങൾ നേരിടുന്ന ഈ പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം വാശിയേറിയതാണ്. മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് ഇന്ന് നമ്മോടൊപ്പമുള്ളത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള റോജിയാണ് നമ്മോടൊപ്പമുള്ളത്. അപ്പോൾ സാർ, കഴിഞ്ഞ 5 വർഷ ഭരണകാലത്തെ കാര്യങ്ങളൊന്ന് വിവരിപ്പിക്കാം. കഴിഞ്ഞ 5 വർഷക്കാലം CPMൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ ജോർജ് മാത്യു ആണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റത്. അത് അന്നത്തെ PCOറിൻ്റെ ജനപക്ഷം പാർട്ടിയായിട്ടുള്ള അവിശ്വസ്ത ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ വോട്ട് മേടിച്ചാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായത്. അതിനുശേഷം ജനപക്ഷം പാർട്ടി BJP ആയി. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ മുന്നണിയും BJPയും കൂടെയുള്ള ഒരു രഹസ്യ ധാരണയിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഭരണമാണ് കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് നടന്നത്. ഈ 5 വർഷക്കാലം കൊണ്ട് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന് എടുത്തു പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്. പാഴായപ്പോൾ 5 വർഷങ്ങൾ, വികസനത്തിൻ്റെ കാര്യത്തിൽ പാഴായപ്പോൾ 5 വർഷങ്ങളാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഉണ്ടായിട്ടുള്ളത്. കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയും ഇല്ലാതെ ഉള്ള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നേതൃത്വമുള്ള ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലം നിലനിന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ വികസനം 5 വർഷം പുറകോട്ട് പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തവണ കോൺഗ്രസിന് എത്രമാത്രം വിജയ ശതമാനമാണ്? കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ 14 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ജനത സ്ഥാനാർത്ഥിയാനുസരിച്ച് ഇത്തവണയും 15 സീറ്റാണുള്ളത്. 15 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് UDFൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതിൽ ഉറപ്പായിട്ടും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൻ്റെ ഭരണം UDFൻ്റെ നേതൃത്വത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരണം പിടിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് കോട്ടയം ഈസ്റ്റ് BJP ജില്ലാ കമ്മിറ്റി അംഗം സോമരാജനാണ്. സാർ, ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച പഞ്ചായത്താണല്ലോ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത്. ഇവിടുത്തെ BJP പ്രവർത്തനം എന്ന നിലയിൽ താങ്കൾ അഭിപ്രായപ്പെടുന്ന വികസന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നാളെ ഇതുവരെ BJPയുടെ ഇതര പാർട്ടികൾ, ഇടത് വലത് മുന്നണികളാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഈ വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരുപാട് പുറകിലാണ്. പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളും ജനോപകാരമായ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതിനുണ്ട്. അതുകൊണ്ട് BJP വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഭരിച്ച് മുടിപ്പിച്ച് തേച്ച് കഴുകി വെച്ചിരിക്കുന്ന ഭരണമാണ്. ഞങ്ങൾ ആകെ കടന്നുകൂടിയിട്ടുള്ള BJPയുടെ 4 മെമ്പർമാർ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഭരണത്തിൽ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് ഏറെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം ഈ കഴിഞ്ഞ 2-3 വർഷത്തെ കാലം ലഭിച്ചു എന്ന് മാത്രം പറയാനുള്ളൂ. BJPക്ക് ഇത്തവണ എത്ര ശതമാനം വിജയ സാധ്യതയാണ് ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഇപ്പോൾ 15 വാർഡുകളാണുള്ളത്. അതിൽ 15 കിട്ടും എന്നുള്ള രീതിക്കാണ്. എങ്കിൽ പോലും ഞങ്ങൾക്ക് വളരെ അധികം സീറ്റുകൾ, വാർഡുകൾ ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് കേരള കോൺഗ്രസ് പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം പ്രസിഡന്റ്, LDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ ദേവസ്യച്ചൻ വാണിയപ്പുരക്കിലാണ്. നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം, ഈ പഞ്ചായത്തിന് വേണ്ടുന്ന വികസന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ആതുര സേവന രംഗത്ത്, അതായത് ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കുള്ള സൗകര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഒരു 50 വർഷങ്ങൾക്കപ്പുറം ഏതാണ്ട് 100-ൽ പരം ആളുകളെ കിടത്തി ചികിത്സിച്ചിരുന്ന വാർഡും മറ്റ് പ്രൈവറ്റ് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അന്നത്തെ ജനപ്രതിനിധിയുടെ ഇടപെടൽ മൂലം അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററായി തരം താഴ്ത്തുകയും ആ സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നു. അത് തീർച്ചയായിട്ടും പിന്നെ പുനരുജ്ജീവിപ്പിക്കണം. പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ആശുപത്രി ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ആശുപത്രിയിൽ കിടപ്പ് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. LDFന്റെ ഇത്തവണത്തെ വിജയ സാധ്യത എത്ര ശതമാനത്തോളം? LDFന്റെ ഇപ്രാവശ്യത്തെ വിജയസാധ്യത 100%. കാരണം യാതൊരു സംശയം വേണ്ട, ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിക്കാനുള്ള മുഴുവൻ സാധ്യതകളും കാണുകയാണ്. കഴിഞ്ഞ വാർഡുകളിൽ കൂടെയൊക്കെ പോവുകയും ചെയർമാൻ എന്നുള്ള നിലയിൽ മുഴുവൻ വാർഡുകളിൽ ഞാൻ പോവുകയും അവിടുത്തെ ഏകദേശം ഒരു വിലയിരുത്തൽ നടത്തിയപ്പോൾ ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മോടൊപ്പം ഒരു ചേട്ടൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടൻ ഇവിടുത്തെ നാട്ടുകാരനാണ്. ചേട്ടനോട് തന്നെ ചോദിക്കാം, ഇത്തവണ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇത്തവണ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടത്തില്ല. 3 മുന്നണികൾക്കും കുറേ സീറ്റ് കിട്ടും. അതെത്ര കിട്ടും എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഒരു മുന്നണിക്കും കിട്ടത്തില്ല. UDFനോ LDFനോ BJPക്കോ കിട്ടത്തില്ല. 3 പേർക്കും കുറേ സീറ്റുകൾ. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഇതുവരെയുള്ള പ്രവർത്തനം കുഴപ്പമില്ല. ഇനിയാണ് പ്രവർത്തനം മുന്നോട്ട് ചൂടായി വരാൻ ചാൻസ് കൂടുതൽ. അവസാന നിമിഷമായിരിക്കും. വികസനമൊക്കെ വേണ്ട വിധം നടന്നിട്ടുണ്ടോ ഈ പഞ്ചായത്തിൽ? അതൊക്കെ ഒരു കണക്കാണ്.
അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യമായിട്ടൊന്നുള്ള വികസനങ്ങളൊന്നുമില്ല. ഒക്കെയുള്ളൂ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സുനിൽ. മാമലകളും കാട്ടരുവികളും നിറഞ്ഞ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നിരവധി വികസന വിഷയങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. സ്ഥിരതയാർന്ന ഉറച്ച ഒരു ഭരണസമിതിക്ക് മാത്രമേ പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്ഥായിയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ. അതിനുള്ള പരിശ്രമത്തിലാണ് ഓരോ മുന്നണികളും. പക്ഷേ വിജയം ആർക്കൊപ്പമാണെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും.